പ്രയാഗ്രാജ് കുംഭമേളയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ 10,000 രൂപ ബോണസ് പ്രഖ്യാപിച്ചു. ഇതിന് പുറമെ 16,000 രൂപ കുറഞ്ഞ കൂലിയായി ഏപ്രിൽ മുതൽ നൽകും. ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സ നൽകുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. പി ബസന്താണ് വിവരങ്ങളുമായി. ബസന്ത്, ഈ കുംഭമേളയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് സർക്കാർ ബോണസ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ഈ തീരുമാനത്തിന്റെ ഭാഗമായി വിശദീകരിക്കുന്നത്? ഇന്നലെ കുംഭമേള സമാപിച്ചതിനെ തുടർന്ന് ഇന്ന് ഔദ്യോഗികമായ ഒരു ചടങ്ങ് അവിടെ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൽ വെച്ചിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരടക്കമുള്ളവർ പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് ശുചീകരണ തൊഴിലാളികളെ ആദരിക്കാൻ തീരുമാനിച്ചത്. അവർക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ശുചീകരണ തൊഴിലാളികൾക്ക് എല്ലാവർക്കും, അതായത് ഈ പ്രയാഗ്രാജിലെ 46 സ്നാനഘാട്ടിലും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്കൊക്കെ തന്നെ 10,000 രൂപ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 46 ദിവസം അവിടെ സേവനമനുഷ്ഠിച്ചതിന് അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികൾക്ക് കുറഞ്ഞ തൊഴിൽ കൂലിയായി 16,000 രൂപ നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. താൽക്കാലിക ജീവനക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ കൊണ്ടുവന്ന സൗജന്യ ചികിത്സ നൽകും എന്നും ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, പി ബസന്ത് ഡൽഹിയിൽ നിന്ന്.